ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോമോ ലേക്കിലെ വിശേഷങ്ങളായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. സാധാരണ ഇപ്പോഴും നമ്മൾ ട്രെയിൻ കാണിച്ചാണ് നമ്മുടെ വീഡിയോ തുടങ്ങാറ്. പക്ഷെ ഇത്തവണ വേണമെന്ന് വെച്ചതായിരുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് ഈ ഒരു കൽക്കരി ട്രെയിൻ കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. നമ്മുടെ പണ്ട് കാലത്തെ ഒരു ട്രെയിനാണ്. ഇതിപ്പോൾ കാണാമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഭയങ്കര സ്ട്രേഞ്ച് ആണ്. നമുക്കത് പെട്ടെന്ന് കാണാൻ പറ്റാറൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടോ. അപ്പം ഞങ്ങൾ ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങളത് ഈ കോമോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. അവിടെ നിന്ന് ഇറങ്ങി. ഇനി അവിടെ നിന്ന് നമുക്ക് ഇറങ്ങി കുറച്ച് നടക്കണം. ശരിക്കും എത്തിക്കഴിയുമ്പോഴേ ഒരു സ്വിറ്റ്സർലൻഡിന്റെ ആ ഒരു മൂഡാണ്. നമുക്ക് ശരിക്കും ചുറ്റും കുറെ മലകളും പിന്നെ അതോടൊപ്പം തന്നെ നല്ല പച്ചപ്പും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കോമോ. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം കോമോ ലേക്കിന്റെ അടുത്തേക്ക് പോകാൻ. പോകുന്ന വഴി ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പിച്ചളയിൽ നിർമ്മിച്ച 2 കൈപ്പത്തികളാട്ടോ. അവിടെ ഞങ്ങൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ കോമോ ലേക്കിലേക്ക് നടന്നു. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് നടക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഒട്ടും അടുപ്പ് തോന്നില്ല. കാരണം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സിറ്റിയാണ് കോമോ എന്ന് പറയുന്നത്. പോകുന്ന വഴിക്ക് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും നമ്മുടെ ശരിക്കും കണ്ണിന് നല്ല കുളിർമയാകുന്ന കാഴ്ചകളായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ കോമോ ലേക്കിലേക്ക് എത്തി. ഈ കോമോ ലേക്കിന് ചുറ്റും ഈ തടാകത്താൽ ചുറ്റപ്പെട്ട് കുറെ മലനിരകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ് ഈ ലേക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ സാധാരണ പുറത്തൊക്കെ കാണുന്ന പോലത്തെ മറ്റു ലേക്കുകളെ പോലെയല്ല. ഇത് ശരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ ഓരോ മലനിരകളും ഈ ഒന്നിനു മേലെ ഓവർലാപ്പായിട്ട് വന്ന് നിൽക്കുന്നത് കൊണ്ട് ശരിക്കും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ പ്ലാൻ ഇവിടെ നിന്ന് ബെല്ലാജിയോ വരണമെന്ന് ഇവിടെ 2 സിറ്റിയിലോട്ട് പോകാനായിട്ടായിരുന്നു കേട്ടോ. ശരിക്കും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് പലരും പറഞ്ഞു കേട്ടു. അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്ന് പോയി നമുക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഫെറി ബോട്ട് എടുക്കാനായിട്ടുള്ള ക്യൂവിലോട്ട് നമ്മൾ പോവാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മണിക്കൂർ ട്രാവലാണ് ബെല്ലാജിയിലോട്ടുള്ളത്. ശരിക്കും ഭയങ്കര വലിയൊരു ക്യൂ ആയിരുന്നു. നമ്മൾ ക്യൂവിൽ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് അടുത്ത സെക്യൂരിറ്റി സ്റ്റാഫ് വന്നിട്ട് പറയുന്നത് ബെല്ലാജിയോ വരേണ എന്ന് പറയുന്ന പ്ലേസിലേക്ക് ഇനി ബോട്ടുള്ളത് 3:15 PM പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് ഇതിന് ശേഷം തിരിച്ച് ഇവിടേക്ക് കോമോയിലോട്ട് ബോട്ട് ഉണ്ടായിരിക്കുന്നല്ലാന്ന്. അപ്പൊ പിന്നെ ക്യൂവിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ കോമോ തന്നെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ലേക്ക് ഫുൾ ചുറ്റിക്കറങ്ങി കണ്ടു. ലേക്കിന്റെ ഒരു അറ്റത്തുനിന്ന് നടന്ന് നമ്മൾ ഫുൾ അങ്ങേയറ്റം വരെ നമ്മൾ ഇത് കോമോ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ലേക്കിന്റെ ഒരു അറ്റത്ത് ഒരു 200 മീറ്ററോളം നീളുന്ന ഒരു വാക്ക് വേ ഉണ്ട് ലേക്കിന്റെ ഉള്ളിലോട്ട്. അതിലോട്ട് നടന്നു പോകുമ്പോൾ ശരിക്കും നമ്മൾ ലേക്കിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഫീല് കിട്ടും. നമ്മൾ അവിടെ ചെന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ അവിടെ ഇരുന്ന് തന്നെ ലഞ്ച് കഴിച്ചു കേട്ടോ. ശരിക്കും നല്ലൊരു ഫീലായിരുന്നു. ഈ വെള്ളത്തിൽ പോകുന്ന ചുറ്റും കുറെ ബോട്ടുകളും പിന്നെ നമ്മുടെ ചുറ്റും വെള്ളവും അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു ഫീലായിരുന്നു അവിടെ ഇരുന്ന് ലഞ്ച് കഴിക്കുക എന്ന് പറയുന്നത്. ഈ പോകുന്ന വലിയ ബോട്ട് കണ്ടോ, ഇതായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഫെറി ബോട്ട്. ഇതിനകത്തൊന്നും നമുക്ക് സീറ്റ് ഇല്ലാത്തതുകൊണ്ട്, സീറ്റൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പോകാനായിട്ട് പറ്റില്ല. അത്രയും തിരക്കാണ് ഇവിടെ നിന്ന് ബെല്ലാജിയോ വരേണ എന്ന് പറയുന്ന ആ 2 പ്ലേസിലോട്ട് പോകാനായിട്ട്. നമ്മൾ കുറേ നേരം മുമ്പ് വന്ന് ക്യൂ നിന്നെങ്കിലും നമുക്ക് നിർഭാഗ്യവശാൽ കിട്ടിയില്ല. ഇനി നമുക്ക് ഇവിടുത്തെ ഫ്യൂണിക്കുലർ റെയിൽവേ കാണാം കേട്ടോ. ഇത് സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. കണ്ടവിടെ ഒരു റെഡ് കളറിൽ ഒരു ട്രെയിനിന്റെ ഒരു ബോഗി പോലത്തെ സംഭവം മൂവ് ചെയ്യുന്ന കണ്ടോ. അതാണ് ഇവിടുത്തെ ഫ്യൂണിക്കുലർ റെയിൽവേയിൽ വരുന്ന ട്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പതുക്കാട് നടന്ന് വരുന്ന വഴിക്ക് കണ്ടതാട്ടോ പാലസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. ശരിക്കും ഒരു പാലസിന്റെ ലുക്ക് തന്നെ ഈ ഒരു ഹോട്ടലിനുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹോട്ടലാണ്. അത്യാവശ്യം സ്പേസും ഫ്രണ്ടേജൊക്കെ ഉള്ളതാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കോമോ കത്തീഡ്രലിലോട്ടാണ്. ഏകദേശം 300 വർഷത്തിലേറെ സമയമെടുത്ത് പണി കഴിച്ച ഒരു കത്തീഡ്രലാട്ടോ ഇത്. ഇതിന്റെ പണികളൊക്കെ തുടങ്ങുന്നത് 1396 ഓൾമോസ്റ്റ് 1740 ഈ കത്തീഡ്രലിന്റെ പണികളൊക്കെ അവസാനിക്കുന്നത്. ഈ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. കാണാൻ ശരിക്കും നല്ല രസവും ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന റെസ്റ്റോറൻ്റ് ആണ്.
ഈ പള്ളിയുടെ സൈഡിൽ ചെറിയ സ്റ്റാളുകളിൽ കുഞ്ഞ് കരകൗശല വസ്തുക്കളൊക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പള്ളിയുടെ അകത്തോട്ടാണ് കയറിയത്. ശരിക്കും ഭയങ്കര രസമായിട്ടും നല്ല ഭംഗിയിൽ പണിതിരിക്കുന്ന ഒരു പള്ളിയാണ്. ഇവിടുത്തെ ഓരോ സ്റ്റാച്ചുവും അതിൻ്റെ വർക്കൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോകും. അത്ര പെർഫെക്ഷനിലും അത്ര നീറ്റുമായിട്ടും ചെയ്തിരിക്കുന്ന പള്ളിയാട്ടോ. ഈ പള്ളികളെല്ലാം കരിങ്കല്ലിലാണ് മെയിനായിട്ട് തീർത്തേക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഉറപ്പും അതിൻ്റെ ആ ഒരു ഭംഗിയും എല്ലാം ഈ പള്ളിക്കുണ്ട്. ഭയങ്കര രസമാണ് ഈ പള്ളി കാണാനായിട്ട്. അങ്ങനെ പള്ളിയിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ കോമോ സിറ്റി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സിറ്റിയാണ് ഈ കോമോ എന്ന് പറയുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ചെറിയ കടകളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് ക്രോസ് റോഡുകളുണ്ട് കേട്ടോ. ഈ ക്രോസ് റോഡുകളിൽ എല്ലായിടത്തും നല്ല ബ്രാൻഡഡ് ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടോ. കണ്ടോ നമ്മുടെ ബാറ്റ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ നാടൊക്കെ ഓർമ്മ വന്നു. പോകുന്ന വഴിക്ക് കണ്ട ടോയ് ഷോപ്പാട്ടത്. ശരിക്കും നല്ല ക്യൂട്ട് ഐറ്റംസ് ആണ്. റേറ്റ് നന്നായിട്ടുണ്ട്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അവിടെ നമ്മൾ വീണ്ടും നടന്ന് നമ്മൾ മുന്നോട്ട് പോയി. പോകുന്ന വഴിക്ക് നമ്മൾ വേറെ ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടു. മെയിനായിട്ടും ലിക്വർ ആൻഡ് പെർഫ്യൂംസ് ഐറ്റംസ് ആട്ടോ ഈ ഷോപ്പിനകത്ത് ഉണ്ടായിരുന്നത്. വെറൈറ്റി ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റി കേട്ടോ. നമ്മൾ പിന്നെ വീണ്ടും കുറച്ചും കൂടെ ഈ കോമോ സിറ്റിയും അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ കോമോ ലേക്കിന്റെ വേറൊരു മെയിൻ അട്രാക്ഷൻ കാണാനായിട്ട് നമ്മൾ തിരിച്ച് കോമോ ലേക്കിന്റെ ആ ഒരു ഭാഗത്തേക്ക് തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ ഈ വാക്കിലൂടെ നടന്ന് നമ്മൾ അറ്റത്ത് ചെല്ലുമ്പോൾ കാണുന്നത് ഇലക്ട്രിക് ബാറ്ററി കണ്ടുപിടിച്ച അലക്സാണ്ടർ വോൾട്ട് എന്ന ആൾക്ക് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ലൈഫ് ഇലക്ട്രിക് സ്കൾപ്ചറാണ്. ഇത് ഏകദേശം 49 അടി ഉയരത്തിലുള്ളതാണ്. കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ അതിനടുത്ത് പോയി നമ്മൾ നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കുറച്ചേരൊക്കെ ഇരുന്ന് അതിന് ചുറ്റും ഇരുന്ന് കുറച്ചേരൊക്കെ ഇരുന്ന് ഈ ലേക്കിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് പതുക്കെ വീണ്ടും തിരിച്ചു കേട്ടോ. ബല്ലാജി ട്രിപ്പ് മുടങ്ങിയതിൻ്റെ ഒരു നിരാശ ഉണ്ടെന്നുണ്ടെങ്കിലും കോമോ നമുക്ക് അത്യാവശ്യം ഈ ഒരു ട്രിപ്പിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. അങ്ങനെ നമ്മുടെ കോമോ വിശേഷങ്ങളുടെ അവസാനിക്കുകയാണ്. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ 1-2 പേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിനൊക്കെ വന്ന് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിൽ കയറി നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ.